മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷികാഘോഷവും വിരമിക്കുന്നവർക്ക് യാത്രയയപ്പും ജില്ലാ സംസ്ഥാന മേളകളിൽ മികവ് പുലർത്തിയ പ്രതിഭകൾക്ക് അനുമോദനവും സംഘടിപ്പിച്ചു. E.T. ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾക്ക് ഈ വെക്കേഷൻ പീരീഡും അതുപോലെ ബന്ധപ്പെട്ട സമയത്തുമെല്ലാം ഈ സ്കൂളിലുള്ളവർ അനുഭവിക്കുന്നത് പോലെ തന്നെ പ്രവേശനത്തിനായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും അനുഭവിക്കുന്നവരാണ് ജനപ്രതിനിധികൾ. ആളുകൾ മിക്കവാറും ആശ്രയിക്കുന്നത്, ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നത് ഇവിടെ വരണമെന്നും ഒരു അഡ്മിഷൻ തരണമെന്നും ഒക്കെയുള്ള നിർബന്ധമായ അല്ലെങ്കിൽ എങ്ങനെയും കിട്ടണമെന്നിട്ടുള്ള ഒരു വാശിയോടുള്ള രീതിയിലാണ് നമ്മുടെ രക്ഷിതാക്കൾ, പല അകലെ ഉള്ള ആളുകൾ പോലും നമ്മളോട് നിർബന്ധിക്കുന്നത്. അപ്പോൾ മിക്കവാറും കഴിഞ്ഞ സമയത്താണെങ്കിലും അല്ലാത്ത സമയത്താണെങ്കിലും എനിക്ക് തോന്നുന്നു നമ്മുടെ ലോക്കൽ മാനേജറെയും അതുപോലെ നമ്മുടെ മുജീബ് മാഷയൊക്കെ വിളിച്ച് ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ നടത്തുന്നത്. അത് യഥാർത്ഥത്തിൽ ഈ സ്കൂളിനോടുള്ള ആളുകളുടെ താല്പര്യമാണ് അല്ലേ. എനിക്ക് തോന്നുന്നു ഈ 1, 5, 8 എന്ന് വിട്ടിട്ട് അതിനിടയിലുള്ള കുട്ടികളെ കൂടി എടുക്കാൻ തീരുമാനിച്ചാൽ മിക്കവാറും അടുത്തുള്ള സ്കൂളിൻ്റെയൊക്കെ സ്ഥിതി വലിയ പരിതാപകരമായിട്ടുള്ള സ്ഥിതിയിൽ വരും. അതുകൊണ്ട് തന്നെയാണ് നിർബന്ധമായും ഇവിടെ LKG, 1ാം ക്ലാസ്, 5ാം ക്ലാസ്, 8ാം ക്ലാസ് തുടങ്ങിയ സ്റ്റാൻഡേർഡിൽ എടുക്കാൻ ഉള്ള ഒരു സാമാന്യ പ്രായോഗികമായ ഒരു ബുദ്ധി ഇക്കാര്യത്തിൽ നമ്മുടെ മാനേജ്മെൻറ്റും ബന്ധപ്പെട്ടവർ കാണിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമുക്ക് ഈ സ്കൂളിൻ്റെ എല്ലാ തരത്തിലുള്ള പുരോഗതിയും നമുക്കറിയാം. ഇതിൻ്റെ ആദ്യ ഭാഗത്ത് നിൽക്കുന്ന ആളുകൾ അധ്യാപകരാണ്. അധ്യാപകർ മാത്രം എന്നുള്ള അർത്ഥത്തിലല്ല, എന്നാൽ പ്രാഥമികമായി അധ്യാപകരാണ് ഏറ്റവും മുമ്പിൽ വരിക. അവർ ഈ സ്കൂളിൽ നടത്തുന്ന സേവനം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന് സഹായികളായി നല്ലവണ്ണം മാനേജ്മെൻറ്റും ജനപ്രതിനിധികളും രക്ഷിതാക്കളും എല്ലാം ടീമുണ്ട്. ആ ടീം ഒരുമിച്ച് നിൽക്കുകയാണ്. എപ്പോഴും വേണമെങ്കിലും ഒരു നാഷണൽ ഹൈവേ ഒക്കെ പോകുന്ന ഒരു സ്ഥലത്ത് കുട്ടികളുടെ സുരക്ഷിതത്വം ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളിൽ വലിയ ശ്രദ്ധ കൊടുക്കേണ്ടവരാണ് നമ്മുടെ ഈ സ്കൂളുകൾ. അതിനുള്ള ടെൻഷനും യഥാർത്ഥത്തിൽ അവർ. PTA പ്രസിഡന്റ് CM ജുഗ്നു അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, കോട്ടപ്പുറം രൂപത മെത്രാൻ അംബ്രോസ് പുത്തൻവീട്ടിൽ, സിനിമാ താരം സിനോജ് വർഗീസ് എന്നിവർ മുഖ്യാതിഥികളായി. മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ ബാലകർഷക അവാർഡ് ദാനവും സ്കൂൾ മാനേജർ ഷൈജൻ കളത്തിൽ ഉപഹാര സമർപ്പണവും നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TS രാജു, ജില്ലാ പഞ്ചായത്ത് അംഗം സുഗത ശശിധരൻ, പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമതി സുന്ദരൻ, PTA വൈസ് പ്രസിഡന്റ് ധനേഷ് കാവാലം, മാതൃസംഗമം പ്രസിഡന്റ് റഹിയാനത്ത് അൻസാരി, പ്രിൻസിപ്പൽ ഡൊമിനിക് സാവിയോ, ഡെപ്യൂട്ടി ഹെഡ് മാസ്റ്റർ ജോജി ജോസഫ്, സ്റ്റാഫ് സെക്രട്ടറി VM റിയാസ്, മാനേജ്മെന്റ് കമ്മിറ്റി സെക്രട്ടറി ജിസ്മോൻ ഫ്രാൻസിസ്, സീനിയർ അധ്യാപിക CM സ്റ്റെല്ല, സ്റ്റുഡൻസ് ചെയർമാൻ അമൽ ജോൺ തുടങ്ങിയവർ സംസാരിച്ചു. വിരമിക്കുന്ന പ്രധാന അധ്യാപകൻ VK മുജീബ് റഹ്മാൻ, അധ്യാപികമാരായ ജെസി ഫ്രാൻസിസ്, VS സീജ, സൂസി ചീക്കു, ബിസിൻ ജോസഫ്, KV ജയന്തി, ഹെഡ് ക്ലർക്ക് ആൽബർട്ട് ഷീൻ തുടങ്ങിയവർ മറുപടി പ്രസംഗം നടത്തി. തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. വളരെ ഔന്നത്യത്തോടുകൂടി പ്രൗഢഗംഭീരമായിട്ട് നയിക്കുവാനായിട്ട് കഴിയുന്നവരായിട്ട് തിരിച്ചു പോകുവാനായിട്ട് സാധിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. രണ്ടാമതായിട്ട് ഇവിടെ നിന്ന് പോകുന്നവരൊക്കെ ദർശനമുള്ളവരായിട്ട് എന്താണ് ആയിത്തീരേണ്ടത്, ഭാവിയിൽ ഞാൻ ആരാണ് ആയിത്തീരുക എന്ന് വ്യക്തമായ കാഴ്ചപ്പാട് ഉള്ളവരായിട്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. മൂന്നാമതായിട്ട് ഒരു കോൺഷ്യൻസ് ഫോർമേഷൻ. നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഇടപെടുമ്പോൾ എങ്ങനെയാണ് യഥാർത്ഥ മനുഷ്യസ്നേഹിയായിട്ട് നമ്മുടെ പഠനത്തിലൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ വിദ്യാഭ്യാസമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അക്വിസിഷൻ ഓഫ് നോളജ്, സ്കിൽ, ബിലീഫ്, ഹാബിറ്റ്സ് ആൻഡ് വിഷൻ ഇത് സാധിക്കുകയുള്ളൂ. ദർശനമുള്ളവരായിരിക്കും. ഇന്ന് വിരമിക്കുന്ന എല്ലാ ടീച്ചർമാർക്കും സാറന്മാർക്കും ഇവിടെ എൻ്റെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ കൊച്ചുങ്ങൾക്കും എല്ലാവർക്കും ഇന്നത്തെ ദിവസം എന്നെ വിളിച്ചാൽ സത്യം പറഞ്ഞ് വരുമ്പോൾ നമ്മുടെ അങ്കമാലിപ്പള്ളിയിലെ പ്രദർശനം കയറുന്ന ഒരു മൂടായിരുന്നു. ആ ഒരു എഫക്റ്റാണ് 2025 ആദ്യത്തെ സ്കൂൾ കോളേജ് പരിപാടിയാണ് വന്നതും. മോശമായില്ല, ഗംഭീരമായി. ഇന്നത്തെ പരിപാടിയിൽ ഏറ്റവും സന്തോഷമുണ്ട്. ഈ പറഞ്ഞോളം ഞെട്ടിപ്പോയി. കാരണം ഇത്രയും വലിയ ഞങ്ങളുടെ സ്കൂളും സെൻറ്റ് ജോസഫ് അങ്കമാലിയാണ്. പക്ഷേ ഇപ്പോൾ കുറഞ്ഞ് വളരെ കുറച്ച് കുട്ടികളെ ഉള്ളൂ അവിടെ. ഞങ്ങൾ പഠിക്കുന്ന സമയത്ത്